ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഒരു തേങ്ങയുടെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. മധുരത്തിലാണല്ലോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ കിസ്മിസൊക്കെ ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. തേങ്ങ ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുത്താലും മതി. പിന്നെ നമ്മളെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഓവറൊന്നും വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തേങ്ങയുടെ ഒരു മധുരത്തിന് വേണ്ടി മാത്രം മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഇളനീ തേങ്ങയാണ് കേട്ടോ. നല്ല മൂപ്പായിട്ടുള്ള തേങ്ങയല്ല. അത് പച്ച കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മളിതുപോലെ ഏകദേശം ഒരു 4-5 പഴം ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല നീളത്തിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ചെറുതൊക്കെ മുറിഞ്ഞു പോയാലും പ്രശ്നമില്ല. നല്ല നീളത്തിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിന് ശേഷം നമ്മളിവിടെ ഒരു 3 മുട്ട യൂസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഏലക്ക അതുപോലെ കുത്തിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മളെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 3 മുട്ടയ്ക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി ഇല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി നമ്മൾ 1/4 കപ്പ് പാലിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതേ അളവിൽ 3 ടേബിൾ സ്പൂൺ അളവ് തന്നെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫോർക്കോ സ്പൂണോ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ബീറ്റ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഇനി മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതി. അതിനുശേഷം ഞാൻ അതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഒരു ബിരിയാണി പോട്ട് പോലുള്ള ചെറിയ നമ്മൾ കേക്കൊക്കെ ചുടുന്ന ആ ഒരു പാൻ ഉണ്ടല്ലോ. അതിലേക്ക് ഫസ്റ്റ് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ മുട്ടൻ്റെ മിക്സ് ഒന്ന് അടിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം മുഴുവനും ഇതുപോലെ ഒന്ന് അടക്കി വെച്ച് കൊടുക്കാം. സൈഡിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒഴിവുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ മുട്ടൻ്റെ മിക്സ് ഇതുപോലെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്നുകൂടി കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ 2 ലെയർ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ ബനാനൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3-4 ലെയർ ചെയ്യണമെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി മുകളിൽ നല്ലപോലെ പഴം ഇതുപോലെ വെച്ച് കൊടുത്ത് ഫില്ലിങ്സൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ മുട്ടൻ്റെ മിക്സ് ബാക്കിയുള്ളത് മൊത്തത്തിലെ കൂടെ ഫില്ല് ചെയ്ത് വന്നിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി അടിയിലുള്ള ഒരു കട്ടിയുള്ള പാത്രത്തിന് മുകളിലേക്ക് നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാനിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. നല്ല ഈസി ആണ്ടോ ഇത് ചെയ്തെടുക്കാൻ. ഓവർ എണ്ണ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും വരുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ്. വീട്ടിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.